ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള നടിയാണ് അമൃത നായർ. വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിട്ടാണ് ഇതുവരെയായി അമൃത അവതരിപ്പിച്ചിരിക്കുന്നത്. ടോം ആൻഡ് ജെറിയിൽ അഭിനയിച്ചു വരികയാണ് താരം ഇപ്പോൾ. യൂട്യൂബ് ചാനലിലൂടെയായി തൻ്റെ ജീവിത വിശേഷങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട്. അമൃതയുടെ അമ്മയും അഭിനയ മേഖലയിൽ വളരെ സജീവമാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലായി വീട് എന്ന ആഗ്രഹം സഫലമാക്കിയിരുന്നു ഇവർ. ഇതുവരെയുള്ള സമ്പാദ്യം കൂട്ടിവെച്ചാണ് വീട് പണി തീർത്തത്. 35 ലക്ഷമായിരുന്നു ബഡ്ജറ്റ് ഇട്ടതെങ്കിലും എല്ലാം തീർന്നു വന്നപ്പോൾ അതിലും കൂടിയിരുന്നു. ഗൃഹപ്രവേശന ചടങ്ങിൽ പ്രിയപ്പെട്ടവരെല്ലാം പങ്കെടുത്തിരുന്നു. അത് കഴിഞ്ഞായിരുന്നു അമൃത കൂട്ടുകാരികളോടൊപ്പമായി തായ്ലൻഡിലേക്ക് പോയത്. ജീവിതത്തിൽ ആദ്യമായി ഫ്ലൈറ്റിൽ കയറിയതും ഇൻ്റർനാഷണൽ ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമെല്ലാം വ്ളോഗിലൂടെ താരം കാണിച്ചിരുന്നു. ഇപ്പോഴിതാ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞുള്ള അമൃതയുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരി ജോഷിനയുടെ വിവാഹത്തിലെത്തിയപ്പോഴായിരുന്നു അമൃത തൻ്റെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത്. കൂട്ടുകാരി ആഗ്രഹിച്ചതുപോലെയെല്ലാം നടക്കുന്നതിൽ സന്തോഷം. അഫെയർ ഉണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ മാർച്ച് 15-ന് എൻഗേജ്മെൻ്റ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞു. അത് അതുപോലെ നടന്നു. കൃത്യം 1 വർഷത്തിൽ കല്യാണവും. നീ എന്താണ് കല്യാണം കഴിക്കാത്തതെന്നൊക്കെ അവൾ ചോദിക്കാറുണ്ട്. സീരിയൽ മേഖലയുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളെയാണ് താൻ വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അമൃത പറഞ്ഞിരുന്നു. സിനിമയുമായൊന്നും ബന്ധമില്ല, സീരിയൽ മേഖലയിൽ നിന്നുള്ള ആളാണെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പുതിയ വീട്ടിൽ അങ്ങനെ അധികം സമയം ചിലവഴിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യ ദിവസം നല്ല ടെൻഷനായിരുന്നു. ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിച്ചവരെയെല്ലാം നന്നായി ട്രീറ്റ് ചെയ്യാൻ പറ്റിയോ, എല്ലാവർക്കും എല്ലാം ഇഷ്ടമായോ എന്നൊക്കെയായിരുന്നു ടെൻഷൻ. ഈ വർഷം കല്യാണം വേണമെന്നൊക്കെയാണ് കരുതുന്നതെന്നും അമൃത ഇപ്പോൾ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള സൂചന നേരത്തെ താരം നൽകിയിരുന്നു. അവളുടെ പെരുമാറ്റത്തിലൊക്കെ മൊത്തത്തിലൊരു മാറ്റമുണ്ടായിരുന്നു. അങ്ങനെയാണത് മനസ്സിലാക്കിയതെന്നായിരുന്നു അമ്മ പറഞ്ഞത്. മകളെ ഓർത്ത് എന്നും അഭിമാനമാണ് തോന്നാറുള്ളത്. ശാസിക്കേണ്ട കാര്യങ്ങളിൽ അത് ചെയ്യാറുണ്ടെന്നും അവർ തുറന്നു പറയുന്നുണ്ട്. സെയിൽസ് ഗേളായി ജോലി ചെയ്തിരുന്നു നേരത്തെ. ആ സമയത്തായിരുന്നു അഭിനയ മേഖലയുള്ള താല്പര്യം തോന്നിയത്. അവസരം ലഭിക്കാനായി അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു. എടുത്തു പറയാനും മാത്രമുള്ള ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു അന്ന്. കുടുംബവിളക്കിൽ ശീതൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെയായിരുന്നു അമൃതയെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. ഇടയ്ക്ക് വെച്ച് പരമ്പരയിൽ നിന്ന് മാറുകയായിരുന്നു. സെലിബ്രിറ്റികളെല്ലാം അണിനിരുന്ന സ്റ്റാർ മാജിക്കിലേക്കും ഇടയ്ക്ക് അമൃത നായർ എത്താറുണ്ട്. പരസ്യങ്ങളും കൊളാബുകളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺലൈൻ ബിസിനസ്സും തുടങ്ങിയിരുന്നു. ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങളായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. കിട്ടുന്ന കാശെല്ലാം തന്നെ സ്വരുക്കൂട്ടി വെച്ചിട്ടാണ് വീട് എന്ന ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിച്ചിരിക്കുന്നത്. ഭാവിയിലേക്ക് ഇടയ്ക്ക് കുറച്ച് സ്വർണവും വാങ്ങിയിരുന്നു. ചിട്ടിയൊക്കെ പിടിച്ച സമയത്ത് കുറച്ച് സ്വർണം വാങ്ങിയിരുന്നു. അമ്മയ്ക്കൊപ്പമായി ജ്വല്ലറിയിലേക്ക് പോയ വിശേഷങ്ങളെല്ലാം തന്നെ അമൃത തൻ്റെ വ്ളോഗിലൂടെ കാണിച്ചിരുന്നു. അമൃതയുടെ വരൻ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കും. എത്രയും പെട്ടെന്ന് തന്നെ അമൃത ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം നടക്കട്ടെ എന്നാണ് പ്രേക്ഷകരും ആശംസിക്കുന്നത്. അമൃതയുടെ അമ്മയും അഭിനേത്രിയാണ്. നിരവധി ഷോർട്ട് ഫിലിമുകളിലും അതുപോലെ തന്നെ സീരിയലുകളിലെല്ലാം തന്നെ അമൃതയുടെ അമ്മയും ഇതിനോടകം തന്നെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്.